Hi dear students, welcome all of you. So previous ക്ലാസ്സിൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറേ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൽ കുറച്ചുകൂടി ടോപ്പിക്സ് ബാക്കിയുണ്ട്. ആ ഒരു കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ആ ടോപ്പിക്സും അതിൻ്റെ ഇക്വേഷൻസുമാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ വൺ ബൈ വൺ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് polarization of light by scattering. സോ ലാസ്റ്റ് ക്ലാസ്സിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചും അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ എങ്ങനെയാണ് പോളറൈസേഷൻ സംഭവിക്കുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി, ഇവിടെ ഫിഗറിൽ ദർ ഇസ് ഒരു ഇൻസിഡൻറ്റ് സൺലൈറ്റ്. സോ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അത് അൺപോളറൈസ്ഡ് ആണ്. നിങ്ങൾക്കതിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഈ അൺപോളറൈസ്ഡ് ലൈറ്റിൽ വൈബ്രേഷൻസ് പാരലായിട്ടും ഉണ്ടാകും, അറ്റ് ദ സെയിം ടൈം പെർപെൻഡിക്കുലറായിട്ടും ഉണ്ടാകും. സോ അതാണ് ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പാരലായിട്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെർപെൻഡിക്കുലറായിട്ടും നമ്മുടെ ഫിഗറിലിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡോട്ടഡ് ലൈനുണ്ട്, അതുപോലെ തന്നെ ആരോ ഹെഡ് വെച്ചിട്ടും ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഇതൊരു നൈട്രജൻ മോളിക്യൂളിലൂടെ, സോ ഇവിടെ എടുത്ത നൈട്രജൻ മോളിക്യൂളാണ്, അതിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലൈറ്റ് റേ ഒരാൾ ഇവിടെ നിന്ന് ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നത്, എങ്ങനെയായിരിക്കും ആ വിഷ്വൽ വരുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ വരുന്ന പാരലൽ ലൈറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്യുകയും ബാക്കി നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന പാർട്ടിക്കിൾസിനെ മാത്രമേ ഉള്ളൂ ആഫ്റ്റർ ദ സ്കാറ്ററിങ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതാണ് ആക്ച്വലി ഈ ഒരു ടോപ്പിക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദറ്റ് ഈസ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ് ബൈ സ്കാറ്ററിങ്. സ്കാറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിന് പോളറൈസേഷൻ സംഭവിക്കുകയും ആഫ്റ്റർ നമുക്ക് സ്കാറ്റേർഡ് ലൈറ്റ്, അതായത് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ ആണോ? Then I am moving to the next topic. Dear students, the next topic is polarization by double refraction. Refraction എന്ന് പറയുന്ന ഫിസിക്കൽ ഫെനോമിനൻ എല്ലാവർക്കും പഠിച്ചതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റാണ്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാത്തിനുണ്ടാകുന്ന ഡീവിയേഷനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് 10th അതുപോലെ തന്നെ ക്ലാസ് 12th അതിൻ്റെ ബേസിക്സ് പഠിക്കുന്നുണ്ട്. ലൈക്ക് റയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ആ ലൈറ്റ് റേ ടുവേർഡ്സ് ദ നോർമലും, ദെൻ വെൻ ദ ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു ദ റയറർ മീഡിയം, അതിൻ്റെ പാത്തിന് അല്ലെങ്കിൽ അത് നോർമലിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും പോവുക എന്നുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ആം ഐ കറക്റ്റ്? സോ ഹിയർ when an unpolarized ray, ഒരു അൺപോളറൈസ്ഡ് റേ പാസസ്, അത് പാസ് ചെയ്യുന്നു, കടന്നു പോകുന്നു, ഏതിലൂടെയാണ്? ക്വാർട്സ് അല്ലെങ്കിൽ കാൽസൈറ്റ്. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് ക്വാർട്സ് അല്ലെങ്കിൽ കാൽസൈറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് സെപ്പറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് അത് വേർതിരിയുന്നു എന്ന് പറയാം. സ്പ്ലിറ്റ്സ് അപ്പ് ഇൻ ടു 2 rays, രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, 2 rays ആയിട്ട് അത് മാറുന്നു. ഈ ഒരു ഫെനോമിനനെയാണ് ഡബിൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ബൈ റഫ്രിഞ്ചൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ അൺപോളറൈസ്ഡ് ലൈറ്റ് ക്വാർട്സിലൂടെ അല്ലെങ്കിൽ കാൽസൈറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റിംഗ് സംഭവിക്കുകയും ആ ഒരു ഫെനോമിനൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ബൈ റഫ്രിഞ്ചൻസ് ഓർ ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിയർ സ്റ്റുഡൻസ്, യു ക്യാൻ സീ ഹിയർ ദർ ഇസ് ഇ റേ ആൻഡ് ഒ റേ. ഒരു ലൈറ്റ് റേ ആദ്യം അത് ക്വാർട്സിലൂടെ അല്ലെങ്കിൽ കാൽസൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ അത് രണ്ടായിട്ട് മാറുന്നു. ഒരു ലൈറ്റ് റേക്ക് നമുക്ക് ഇ റേ എന്ന് വിളിക്കാം, ദറ്റ് ഈസ് എക്സ്ട്രാ ഓർഡിനറി റേ. അതർ വൺ ഈസ് ഓർഡിനറി റേ. അപ്പോൾ എന്താണ് ഓർഡിനറി റേ, അതുപോലെ തന്നെ എന്താണ് എക്സ്ട്രാ ഓർഡിനറി റേ? സോ 2 റേസ് ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് ഒ റേ എന്ന് പറയാം, മറ്റൊന്ന് ഇ റേ എന്ന് പറയാം. വൺ ഈസ് ഒ റേ
അതർ വൺ ഈസ് ഇ റേ. ഒ റേ കൊണ്ട് മീൻ ചെയ്യുന്നത് ഡിയർ സ്റ്റുഡൻസ് ആ ലൈറ്റ് റേ ഓർഡിനറി ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യുന്നു. ഓർഡിനറി ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യുന്നു. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യുന്നു. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യുന്നതാണ് ഓർഡിനറി റേ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യാത്തതാണ് എക്സ്ട്രാ ഓർഡിനറി റേ. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. അപ്പോൾ കോട്സിലൂടെ അല്ലെങ്കിൽ കാൽസൈറ്റിലൂടെ ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടായി മാറുകയും സ്പ്ലിറ്റിംഗ് നടക്കുകയും ആ സ്പ്ലിറ്റിങ്ങിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബൈറഫ്രിഞ്ചൻസ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡബിൾ റിഫ്രാക്ഷൻ. Then the one light ray we can call it as extraordinary ray. That ray doesn't obey the ordinary laws of refraction, and the O ray it will or it can obey the ordinary laws of refraction. That is the concept. That's all. Hope everyone got the concept. So എല്ലാവർക്കും ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു, എന്ന് വിശ്വസിക്കുന്നു. Then അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. Dear students, നെക്സ്റ്റ് ടോപ്പിക് ഈസ് നിക്കോൾ പ്രിസം. സോ നമ്മുടെ അടുത്ത ടോപ്പിക്കിൻ്റെ പേരാണ് നിക്കോൾ പ്രിസം എന്നുള്ളത്. സോ എന്താണ് നിക്കോൾ പ്രിസം? സോ നിക്കോൾ പ്രിസം ഈസ് ആൻ ഒപ്റ്റിക്കൽ ഡിവൈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിക്കോൾ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒപ്റ്റിക്കൽ ഡിവൈസാണ്. സോ വാട്ട് ഈസ് നിക്കോൾ പ്രിസം? ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഡിവൈസ്. ദ ഫസ്റ്റ് കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫെനോമിനൻ ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു ലൈറ്റ് റേ രണ്ടായി മാറുന്ന ആ പ്രോസസ്സിനെയാണ് ഡബിൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ബൈ റഫ്രിഞ്ചൻസ് എന്ന് വിളിക്കുന്നത്. സോ നിക്കോൾ പ്രിസം ഈസ് ആൻ ഒപ്റ്റിക്കൽ ഡിവൈസ് ബേസ്ഡ് ഓൺ ദ ഫെനോമിനൻ ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസിങ് ആൻഡ് അനലൈസിങ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. സോ PPL പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കുവാനും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുവാനും യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഡിവൈസിനെയാണ് നിക്കോൾ പ്രിസം എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ബിഹൈൻഡ് ദ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്രാക്ഷനാണ്. ദെൻ ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ വില്യം നിക്കോൾ ഇൻ 1828. 1828 വില്യം നിക്കോൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്, കണ്ടെത്തിയത്. ഡിയർ സ്റ്റുഡൻസ്, ദർ ഇസ് എ ഫിഗർ വി ഹാവ്. ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഫിഗറിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടേക്ക് വരികയും ദെൻ അതിനനുസരിച്ച് ഓ റേ ഇ റേ ഉണ്ടാവുന്ന ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയലായിട്ട് കാനഡ ബാൽസം യൂസ് ചെയ്തിട്ടുണ്ട് മിഡിലിൽ. സോ ഫിഗറും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അത് ഡിഫറെൻറ്റ് ആംഗിളിൽ വെച്ചിട്ടൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, സോ എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദ ടോപ്പിക് വാസ് നിക്കോൾ പ്രിസം. നിക്കോൾ പ്രിസം എന്നുള്ള ടോപ്പിക്കാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അതിൻ്റെ ഒരു ഫിഗറും അതാര് കണ്ടെത്തി, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ആഫ്റ്റർ we are moving to the next topic, that is polarization by selective absorption, or we can call it as dichroism. Dichroism എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്ക് ഈ ഒരു ഫിഗറിൻ്റെ സഹായത്തോടു കൂടി, ഈ ഒരു ഫിഗറിൻ്റെ ഹെൽപ്പ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിയർ സ്റ്റുഡൻസ്, സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഹിയർ? ആദ്യം ലീനിയർലി ഇൻസിഡൻറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് ദൂരെ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് വരികയും ഒരു പ്രിസത്തിലൂടെ അത് കടത്തിവിടുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഓൾ ഹൊറിസോണ്ടൽ വൈബ്രേഷൻസ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ്. അവിടെ വരുന്ന പാർട്ടിക്കിൾസ് അത് ഹൊറിസോണ്ടലി വൈബ്രേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രിസത്തിൽ അബ്സോർബ് ചെയ്യുകയും, ഇനി വെർട്ടിക്കൽ വൈബ്രേഷൻസ് പാർഷ്യലി, അതായത് വളരെ കുറച്ച് പാർഷ്യലി മാത്രം അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഇനി ഈ പ്രിസത്തിൻ്റെ പേരെന്താണ്? ഡൈക്രോയിക് ക്രിസ്റ്റലാണ്. ആഫ്റ്റർ ലീനിയർലി പോളറൈസ്ഡ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആഫ്റ്റർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യുന്നു. സോ ഈ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി എന്തിൻ്റെ മീനിങ്? ഡൈക്രോയിസം എന്ന് പറയുന്നത്.
സോ ലീനിയർലി ഇൻസിഡൻറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് വരികയും ആഫ്റ്റർ ഓൾ അത് ഡൈക്രോയിക് ക്രിസ്റ്റലിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഹൊറിസോണ്ടൽ വൈബ്രേഷൻസ് കംപ്ലീറ്റ്ലി അബ്സോർപ്ഷൻ നടക്കുകയും ദെൻ വെർട്ടിക്കൽ വൈബ്രേഷൻസ് പാർഷ്യലി ആയിട്ട് നടക്കുന്നുള്ള അബ്സോർപ്ഷൻ, ബാക്കി ഔട്ട്പുട്ട് നമുക്ക് ലീനിയർലി പൊളറൈസ്ഡ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റാണ് ഡൈക്രോയിസം കൊണ്ട് മീൻ ചെയ്യുന്നത്. എളുപ്പമല്ലേ? ദെൻ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ്, ദറ്റ് ഈസ് ദ ഡോപ്ലർ ഇഫക്റ്റ്. ഓൾറെഡി ലൈറ്റിനും അതുപോലെ തന്നെ സൗണ്ടിനും ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ട്. സോ ഡോപ്ലർ ഇഫക്റ്റ് പറയുകയാണെങ്കിൽ വീണ്ടും വെനെവർ ദർ ഇൻ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ദ ഒബ്സർവർ, അല്ലേ? ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിസീവ്ഡ് ബൈ ദ ഒബ്സർവർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ആക്ച്വലി എമിറ്റഡ് ബൈ ദ സോഴ്സ്. ദിസ് ഫെനോമിനൻ ഓഫ് ദ അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഈസ് കോൾഡ് ദ ഡോപ്ലർ ഇഫക്റ്റ് ഫോർ ലൈറ്റ്. സോ ആക്ച്വലി സോഴ്സ്, അല്ലേ, സോഴ്സിൽ നിന്ന് എന്ത് പുറത്ത് വരും? ലൈറ്റ് പുറത്ത് വരും. അങ്ങനെ ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവും. ഒരു ഒബ്സർവർ ഈ ഒരു സോഴ്സിൻ്റെ ടുവേർഡ്സ് വരാം, ഒബ്സർവർ സോഴ്സിൽ നിന്ന് എവേ ആയിട്ട് പോവാം. സോ അങ്ങനെ ഈ ആക്ച്വലി സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും ഒബ്സർവറിലേക്ക് എത്തുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ ഒരു വേരിയേഷൻസ് ഉണ്ടാവുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു ആര്? ഡോപ്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, സോ അങ്ങനെ ഡോപ്ലർ സയൻറ്റിസ്റ്റ് ഫ്രെയിം ചെയ്തെടുത്ത, ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇക്വേഷൻസിനെയാണ് ആക്ച്വലി നമ്മൾ ഡോപ്ലർ ഇഫക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസിയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ, അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ലൈറ്റ് വേവ്സ് എമിറ്റഡ് പെർ സെക്കൻഡ് ബൈ ദ സോഴ്സ്. അപ്പോൾ സോഴ്സിൽ നിന്ന് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് വരുന്ന ലൈറ്റ് വേവ്സിൻ്റെ നമ്പർ പ്ലസ് അതുപോലെ തന്നെ നമ്പർ ഓഫ് ലൈറ്റ് വേവ് കണ്ടെയ്ൻസ് ഇൻ ഡിസ്റ്റൻസ് വി. ഒരു ഡിസ്റ്റൻസ് വിയിൽ എത്ര ലൈറ്റ് സോഴ്സ് ഉണ്ടാകും എന്നുള്ളത് കൂടി ഇക്വേഷൻസ് എടുത്തപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നോക്കൂ. വി ഡാഷ് ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 1 + ന്യൂ/c എന്ന് പറയുന്ന ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, സോ ഡോപ്ലർ ഇഫക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ, സി ഡിയർ സ്റ്റുഡൻസ്, ഹിയർ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ് ബ്ലൂ ഷിഫ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റെഡ് ഷിഫ്റ്റ്. ഓക്കെ, സോ നമ്മൾ പറയുന്ന കോൺസെപ്റ്റിൽ ഫസ്റ്റ് നോക്കേണ്ടത് വെൻ ദ സോഴ്സ് ആൻഡ് ഒബ്സർവർ ആർ അപ്രോച്ച് ഈച്ച് അതർ. സോഴ്സും ഒബ്സർവറും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈൻ പോസിറ്റീവ് ആക്കി എടുക്കുന്നു. മോർ ഓവർ ലാംഡ മൈനസ് ലാംഡ ഡാഷ്, അതായത് ലാംഡ ഡാഷ് കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന അപ്പാരൻറ്റ് വേവ് ലെങ്ത് ആണ്. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അല്ലെങ്കിൽ ലാംഡ ഡാഷ് ചെറുതാണ്, ലാംഡ വലുതാണ് എന്ന് പറയാം. ഓക്കെ, സോ ഇൻ ദ മിഡിൽ പാർട്ട് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ബ്ലൂ റീജിയൻ. ദിസ് ഈസ് കോൾഡ് ബ്ലൂ ഷിഫ്റ്റ്. സോ ഓർത്ത് വെക്കേണ്ടത് അപ്രോച്ച് ചെയ്യുന്നു, സോഴ്സും ഒബ്സർവറും അപ്രോച്ച് ചെയ്യുന്നു. മോർ ഓവർ ലാംഡ മൈനസ് ലാംഡ ഡാഷ് ഈസ് പോസിറ്റീവ്. ലാംഡ മൈനസ് ലാംഡ ഡാഷ് പോസിറ്റീവ് ആവണമെങ്കിൽ ലാംഡ വലുതാവണം, അതുപോലെ തന്നെ ലാംഡ ഡാഷ് ചെറുതാവണം. സാധാരണയായിട്ട് വരുന്ന ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയുടെ വേവ് ലെങ്ത് ആണ് ലാംഡ. അപ്പാരൻറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ചിൻ ആ വ്യത്യാസം വരുന്നതാണ് ആക്ച്വലി എന്ത് വേവ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന അപ്പാരൻറ്റ് ചേഞ്ചാണ് ലാംഡ ഡാഷ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ പാർട്ട് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം അത് ഷിഫ്റ്റ് ചെയ്യുന്നത് ബ്ലൂ റീജിയനിലേക്കായിരിക്കും. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓർ വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ ബ്ലൂ റീജിയൻ ഓർ ബ്ലൂ ഷിഫ്റ്റ്. അങ്ങനെയെങ്കിൽ ദ നെക്സ്റ്റ് വൺ, വെൻ ദ സോഴ്സ് ആൻഡ് ദ ഒബ്സർവർ നേരത്തെ അപ്രോച്ച് ചെയ്യുക എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ എവേ ഫ്രം ഈച്ച് അതർ, രണ്ടും എവേ ആണെങ്കിൽ നെഗറ്റീവ് സൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ലാംഡ മൈനസ് ലാംഡ ഡാഷ് ഈസ് നെഗറ്റീവ്. ദറ്റ് മീൻസ് ലാംഡ ഡാഷ് വലുതാവണം, ലാംഡ ചെറുതാവണം. ദെൻ അത് ഷിഫ്റ്റ് ചെയ്യുന്ന എവിടേക്കാണ്? വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റെഡ് പാർട്ടിലേക്കാണ്. സോ ദിസ് ഈസ് കോൾഡ് റെഡ് ഷിഫ്റ്റ്. സോ കീപ്പ് ഇൻ മൈൻഡ് ബ്ലൂ ഷിഫ്റ്റ് ആൻഡ് റെഡ് ഷിഫ്റ്റ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ്
Dear students, right now I am moving to the next topic. That is, the topic is limit of resolution. What is the topic name? Limit of resolution. So what is the limit of resolution? It is the smallest angular, okay, the smallest linear or angular separation. അതായത് ആക്ച്വലി ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന് മീൻ ചെയ്യുന്നത്. ഇനി എവിടെ വരുന്ന ഡിസ്റ്റൻസ്, ബിറ്റ്വീൻ 2 പോയിൻ്റ്, 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ, അത് ലീനിയർ ആവാം അല്ലെങ്കിൽ ആൻഗുലാർ ആവാം, അങ്ങനെ വരുന്ന ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയാണ് മീൻ ചെയ്യുന്നത്. 2 പോയിൻ്റ് ഓബ്ജക്ട്സ് അറ്റ് വിച്ച് ദേ ക്യാൻ ബി, അപ്പോൾ 2 പോയിൻ്റ് ഒബ്ജക്റ്റുകളുണ്ട്, ദേ ക്യാൻ ബി ജസ്റ്റ് സീൻ സെപ്പറേറ്റ്ലി. അതായത് 2 പോയിൻ്റ് ഒബ്ജക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആൻഗുലാർ അല്ലെങ്കിൽ ലീനിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെ കാണുന്നത്, വെറുതെ കാണുന്നതാണോ? അല്ല, അവിടെയാണ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഇതാണ് ആ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്ത് വിളിക്കുന്നത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റ് ലീനിയർ ഓർ ആൻഗുലാർ സെപ്പറേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തു വെക്കണം. ദെൻ ബിറ്റ്വീൻ 2 പോയിൻ്റ് ഒബ്ജക്റ്റ്. ഇനി എന്താണത്, അതിന് നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാൻ കഴിയണം. അത് എന്തിൻ്റെയാണ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെയാണ്. സോ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ആഫ്റ്റർ ദ നെക്സ്റ്റ് വൺ ഈസ് റിസോൾവിംഗ് പവർ. സോ വാട്ട് ഈസ് ദ റിസോൾവിംഗ് പവർ? ഈ റിസോൾവിംഗ് പവർ എന്ന് പറയുന്ന ടോപ്പിക്കും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. സോ ഇറ്റ് ഈസ് എ പവർ ആക്ച്വലി. ദെൻ എന്താണ് ഇവിടെ കോൺസെപ്റ്റ്, ടു റിസോൾവ് ഓർ സെപ്പറേറ്റ് ദ ഇമേജസ്. ഇമേജിന് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം ഓഫ് 2 നിയർ ബൈ പോയിൻ്റ് ഒബ്ജക്റ്റ്, സോ ദാറ്റ് ആ ഇമേജിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയണം. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ റെസിപ്രോക്കലിനെ അല്ലെങ്കിൽ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത്. സോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ 2 ടോപ്പിക്സും നമ്മൾ മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഡെഫിനിഷൻസ് ഓർത്ത് വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകണം. നെക്സ്റ്റ്, ഒരു മൈക്രോസ്കോപ്പിൻ്റെയും ടെലസ്കോപ്പിൻ്റെയും റിസോൾവിംഗ് പവർ, അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. ദ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സി ദ റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. എങ്ങനെയാണ് നമുക്കത് ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻ്റ് ഒബ്ജക്റ്റ്. 2 പോയിൻ്റ് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആണ് മീൻ ചെയ്യുന്നത്. ദെൻ ക്യാൻ ബി ജസ്റ്റ് റിസോൾവ്ഡ് വെൻ സീൻ ത്രൂ ദ മൈക്രോസ്കോപ്പ്. അതിനെയാണ് റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഇക്വേഷൻ 1/d = 2μ sin θ ഡിവൈഡഡ് ബൈ ലാംഡ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു റിലേഷനാണത്, എല്ലാവരും ഓർത്ത് വെക്കണം. ഓക്കെ, ആഫ്റ്റർ ടെലസ്കോപ്പ് എന്താണെന്ന് നോക്കൂ. ഇവിടെയും റെസിപ്രോക്കൽ ഓഫ് ദ സ്മോളസ്റ്റ്, ഇവിടെ വെറും ഡിസ്റ്റൻസ് എന്നാണ് കൊടുത്തത്. ഹിയർ യു ക്യാൻ സീ ദർ ഈസ് സം ആൻഗുലാർ കോൺസെപ്റ്റ് ആക്ച്വലി, സെപ്പറേഷൻ ബിറ്റ്വീൻ 2 ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഹൂസ് ഇമേജസ് ക്യാൻ ബി ജസ്റ്റ് റിസോൾവ്ഡ് ബൈ ഇറ്റ്. സോ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെയും അതുപോലെ തന്നെ ടെലസ്കോപ്പിൻ്റെയും കോൺസെപ്റ്റുകളാണ് റൈറ്റ് നൗ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്ന ടെലസ്കോപ്പ് ആണെങ്കിൽ 1/d θ = D ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. മോറോവർ ഈ ഒരു ഡെഫിനിഷൻസും കാണാതെ പഠിക്കണം. അതിൻ്റെ പ്രൂഫ് പാർട്ടിലേക്കൊന്നും നമുക്ക് പോകുന്നില്ല. അത്രയേ ഉള്ളൂ. റൈറ്റ് നൗ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സിലബസിൽ ആവശ്യമായിട്ടുള്ളത്. ദെൻ ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്നുകൂടി ഞാൻ സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും
ഒറ്റ സ്ലൈഡിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് കാണാൻ കഴിയും. ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ദ ഫസ്റ്റ് വൺ ഈസ്, ഒന്നാമത്തെ ഇക്വേഷൻസ് പറയുന്നത് എന്താ? ദ ഫസ്റ്റ് ഇക്വേഷൻ സി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ ടെലസ്കോപ്പ് ഡി തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ദെൻ ലിമിറ്റ് ഓഫ് റിസോൾവിംഗ് പവർ ഓഫ് എ ടെലസ്കോപ്പ് 1/d തീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ 1.22 ലാംഡ. അതായത് റെസിപ്രോക്കൽ നമ്മൾ എടുക്കുന്നു. ആഫ്റ്റർ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്ന, ഇനി ഇതിൽ ലെറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി എന്താ? ഡയമീറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ ഗിവൻ ലൈറ്റ് ആണ്. എളുപ്പമാണ്. ആഫ്റ്റർ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് ഉണ്ട്. സ്മോൾ ഡി ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 mu sin തീറ്റ. മ്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. ദെൻ അതിൻ്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻസിൻ്റെ എന്തെടുക്കണം? റെസിപ്രോക്കൽ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അതാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആംഗിൾ ഓഫ് ദ ലൈറ്റ് ഫ്രം ദ പോയിൻ്റ് ഒബ്ജക്റ്റ് ആണ്. അതൊക്കെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തരുന്നതാണ്. ഫാക്ടർ മ്യൂ സൈൻ തീറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. മ്യൂ സൈൻ തീറ്റ എന്ന് പറയുന്ന ആ ടേം, ആ മ്യൂ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ക്യാപിറ്റൽ എൻ ഡോട്ട് ക്യാപിറ്റൽ എ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ജനറലി ഇൻ ഫിസിക്സിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ അതും നോട്ട് ചെയ്യുക, എൻ എ എന്നുള്ളത് കേട്ടോ. ഇനി ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിളും അതുപോലെ ഡി തീറ്റയൊക്കെ SI സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? റേഡിയൻ ആയിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഇതുമായി ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ റൈറ്റ് നൗ നമ്മൾ വെറും തിയറീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലംസ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് ഇയേഴ്സിലും അതുപോലെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കുറച്ച് ചോദിച്ച കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും അതിനുവേണ്ടി റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The optical path difference is defined as delta x equal to 2 pi by lambda. What are the dimensions of optical path difference? വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2 pi by lambda എന്ന് പറയുമ്പോൾ അത് 1 by lambda എന്ന് പറയുന്ന പോലെയാണ് അല്ലേ? 2 pi അത് കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? 1 by ലാംഡയാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ഒന്നും ചെയ്യണ്ട, ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല +1 ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. +1 രണ്ടാമത്തെ ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ MLT ഫോം വരുന്നത് L ആണ്. ഇവിടെ 2 പൈക്ക് അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻസിൻ്റെ ആവശ്യമില്ല. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് M0 L⁻⁻1 T⁻0. താഴെയുള്ള L എവിടെ വരുന്നു? മുകളിൽ വരുന്നു. സോ ദി ആൻസർ ഈസ് ജസ്റ്റ് L⁻⁻1 അല്ലെങ്കിൽ M0 L⁻⁻1 T⁻0. എളുപ്പമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The second question is, in YDSC the slit separation 0.2 cm. അതായത് സ്മോൾ ഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.2 സെൻറ്റിമീറ്റർ. സ്മോൾ ഡി ഈക്വൽ ടു 0.2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ്, അതായത് ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്, 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്, ലാംഡ തന്നിട്ടുണ്ട്, 5000 ആംസ്ട്രോം എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ മില്ലിമീറ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 0.2 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് മീറ്ററിലേക്ക് ഞാൻ മാറ്റുകയാണെങ്കിൽ എനിക്ക് ആൻസർ വരുന്നത് എങ്ങനെയായിരിക്കും? 0.2 × 10⁻² മീറ്റർ ആക്കിയിട്ട് മാറ്റാം. എല്ലാം SIയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ നമുക്ക് എന്തിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി? മില്ലിമീറ്ററിലേക്ക് മാറ്റിയാൽ മതി. കിട്ടുന്ന ആൻസറിനെ ഡിവൈഡഡ് ബൈ 1000 അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. അമ്മേ കറക്റ്റ്? സോ എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്തിലെ ബീറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ബീറ്റയുടെ ഇക്വേഷൻ വരുന്നത്
ക്യാപിറ്റൽ ഡി ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ഇൻറ്റു 10⁻⁻10 ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു 10⁻⁻2. ഇത്രയും വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SI ഫോമിൽ കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ 1000 അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്താൽ എക്സാക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ ആണോ? സോ ഡിയർ സ്റ്റുഡൻസ്, ആഫ്റ്റർ ദ സിംപ്ലിഫിക്കേഷൻ ദി ആൻസർ വിൽ കം 0.25 millimeter. സോ SIയിൽ ആദ്യം ചെയ്യുക, കിട്ടുന്നതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ ആണെന്ന് കരുതുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, dear students, the next question is, in a double slit experiment, the distance between the slit is increased 10 times, whereas the distance from the screen is halved. What is the fringe width? That is the question. So, beta എന്നുള്ളതിൻ്റെ ഇക്വേഷൻ തൊട്ട് മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ബീറ്റ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി, ദറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 1. ആഫ്റ്റർ I am going to take beta dash, that is lambda into, no change, then they are saying distance between the slit is increased 10 times, whereas their distance from the screen is halved. So capital D എന്നുള്ളത് D by 2 ആയിട്ട് മാറുന്നു. Moreover, distance between the slit is increased 10 times, അതായത് 10D എന്നായിട്ട് മാറുന്നു. അറേഞ്ച് ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു ഡി ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 10D എന്ന് വരുന്നു. ഡിവൈഡ് ബൈ 1 കൊടുക്കാം. അറേഞ്ച് ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു ഡി ബൈ 2 ഇൻറ്റു 1 ബൈ 10D എന്ന് വരും. ദറ്റ് ഈസ് ഇവിടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ലാംഡ ഇൻറ്റു ഡിയും ബൈ ഡിയും ഞാൻ ഒരു ടേം ആക്കി മാറ്റുന്നു. ലാംഡ ഇൻറ്റു ഡി ബൈ ഡി ഇൻറ്റു 1 ബൈ 20 എന്ന് വരും. ഈ ലാംഡ ഇൻറ്റു ഡി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ബീറ്റയാണ്. സോ ദി ആൻസർ വരുന്നത് ബീറ്റ ഇൻറ്റു 1 ബൈ 20 ഓർ ദ ഫൈനൽ ആൻസർ ഈസ് ബീറ്റ ഡിവൈഡഡ് ബൈ 20. Am I correct? ബീറ്റ ഡിവൈഡഡ് ബൈ 20. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ബീറ്റ ബൈ 20 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ബീറ്റ ബൈ 20 ആണ് അതിൻ്റെ ആൻസർ. എളുപ്പമല്ലേ? രണ്ട് ഇക്വേഷൻസ് ആക്കുക, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, I am moving to the next question. Yes, dear students, the next question is, in YDSC, the wavelength of light was changed from 7000 angstrom to 3500 angstrom while doubling the separation between the slit. Which of the following is not true this experiment? That is the question. So, dear students, based on the question, എങ്ങനെ നമുക്കതിൻ്റെ ഇക്വേഷൻസ് എഴുതാം? സോ ആദ്യമായി ബീറ്റയും ലാംഡയും സ്മോൾ ഡിയും തമ്മിലുള്ള റിലേഷൻസ് എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ ബീറ്റ 2 ഡിവൈഡഡ് ബൈ ബീറ്റ 1 ഈക്വൽ ടു ലാംഡ 2 D1 ഡിവൈഡഡ് ബൈ ലാംഡ 1 ഇൻറ്റു D2. ഇങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്. സോ ലാംഡ 2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3500 ഇൻറ്റു D1ൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് YDSC വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് വാസ് ചേഞ്ച്ഡ് ഫ്രം 7000 ആംസ്ട്രോം ടു വൈൽ ഡബ്ലിംഗ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യുന്ന ഡബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാംഡ 2 ഇവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ ഞാൻ D എഴുതി. ദെൻ ലാംഡ 1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 7000 ആണ് അല്ലേ? 7000 ആണ്. ദെൻ ഇൻറ്റു ഈ D2 എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഡബ്ലിംഗ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് വാസ് ചേഞ്ച്ഡ് ഫ്രം 7000 ടു 3500 ഡബ്ലിംഗ് ദി സെപ്പറേഷൻ. അപ്പോൾ സ്മോൾ ഡി എന്തായിട്ട് മാറി? 2D ആയിട്ട് മാറി. ഇവിടെ ക്യാൻസലേഷൻ നടക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 1/2 ആണ്. സോ D ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2D എന്ന് വരുന്നു. D ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് 1/4 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ബീറ്റ 2 ബൈ ബീറ്റ 1 ഈക്വൽ ടു
1/4 എന്ന് വരും. Am I correct? From this beta 2 equal to 1/4 beta 1 എന്ന് വരും. ഇതാണ് അതിൻ്റെ ഫൈനലി നമ്മൾ ഇക്വേഷൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നോക്കൂ, ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. വിഡ്ത്ത് ഓഫ് ദ ഫ്രിഞ്ചസ് ചേഞ്ചസ്, അത് കറക്റ്റാണ്. ലാംഡ ചേഞ്ച് ചെയ്താൽ അത് മാറുന്നു. നമ്പർ 2, കളർ ഓഫ് ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ചേഞ്ചസ്, അതും കറക്റ്റാണ്, കാരണം വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോൾ ഡിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെപ്പറേഷൻ ബിറ്റ്വീൻ സക്സസീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ചേഞ്ചസ്, അതും ചേഞ്ച് ചെയ്യും. മോർ ഓവർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സക്സസീവ് ഡാർക്ക് ഫ്രിഞ്ചസ് റിമെയിൻസ് ചേഞ്ചസ്, റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് അർത്ഥം. അത് തെറ്റാണ്. കാരണം നോക്കൂ, വേവ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് ഓപ്ഷൻ നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞത് അല്ലേ. മിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ദിസ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ആ നോട്ട് ട്രൂ എന്ന് പറയുന്ന പാർട്ടിനോട് നമുക്ക് കോൺട്രാഡിക്ഷനാണ്. സോ അതാണ് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സി സ്റ്റുഡൻസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ YDSC the slit separation is 1 millimeter and the screen is 1 meter from the slit. Monochromatic light of wavelength 500 nanometer. The distance of third minima from the central maxima is. So first of all നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ xn dash equal to 2n minus 1 into d lambda divided by d. ഇതാണ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ ഇക്വേഷൻ. ഇനി ഈ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്ര? 3 ആണ് തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 2 into 3 minus 1 into ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ. YDSC സ്ലിറ്റ് സെപ്പറേഷൻ ഈസ് 1 millimeter, സ്ക്രീൻ ഈസ് 1 meter. അപ്പോൾ ക്യാപിറ്റൽ ഡി 1 meter, ലാംഡ നമുക്ക് തന്നിട്ടുണ്ടോ? ഫ്രം ദ സ്ലിറ്റ് ഫോർ എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 500 nanometer, 500 into 10 raised to minus 9, ഓക്കെ, ഡിവൈഡഡ് ബൈ സ്മോൾ ഡി, അതായത് സ്ലിറ്റ് സെപ്പറേഷൻ തന്നിട്ടുണ്ട് 1 millimeter, 1 into 10 raised to minus 3. സോ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് അവർ ചോദിച്ച മിനിമ എന്ന് പറയുന്ന പാർട്ടിൻ്റെ ആൻസറായിട്ട് വരുന്നത്. യെസ്. സോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതിൻ്റെ 4th ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സും അതുപോലെ തന്നെ പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി തിയറിയൊക്കെ പഠിച്ചിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഫക്റ്റീവാണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.